ഇത് ജനത്തിന്റെ കോടതി, ജനത്തിന്റെ വാദങ്ങൾ, ജനകീയ കോടതിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വനിതാ കമ്മീഷൻ ഫോർമാറ്റിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നതിന് ചേതോവികാരം എന്താണ്? പുരുഷന്മാർക്ക് സംസാരിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. പോലീസ് സ്റ്റേഷനിലോ മറ്റ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിലി കോർട്ട്, ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പുരുഷന്മാർ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഗം കേൾക്കുവാനോ അവർക്ക് വേണ്ടുന്ന നടപടികൾ ചെയ്യുവാനോ ഒരാളും തയ്യാറല്ല എന്നുള്ളതാണ്. എത്ര വിഷമം ഉണ്ടാവില്ലേ? സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ തന്നെ സ്ത്രീ എന്നുള്ളൊരു പരിഗണനയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ അവിടെ കിട്ടുന്നു. കൈക്കൂലി കൊടുത്ത് കിട്ടിയ ജോലിയും കൊണ്ട് എന്നെ വരട്ടാൻ വന്നാലുണ്ടല്ലോ ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അതേസമയം ഒരു പുരുഷൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറിയാലോ ആദ്യം അവനെ തെറി അഭിഷേകമായിരിക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് തല്ലായിരിക്കും. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അതിന് ചരിത്രപരമായ ഭരണഘടനാപരമായ പശ്ചാത്തലമുണ്ട് എന്നിരിക്കെ പുരുഷ കമ്മീഷൻ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് വിരോധമൊന്നുമില്ല. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നോക്കം നിൽക്കുന്നത് ഇപ്പോ സ്ത്രീകൾക്ക് എവിടെയാണ് മുന്നിൽ? ഏതൊരു താങ്കളെ പറയുന്ന ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ എന്ത് കർത്താവിന്റെ ഒരു ഇടയൻ, എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. നമ്മളിപ്പോ സർക്കാർ ഒരു ഓഫീസിൽ കയറി പോവുക, അല്ലെങ്കിൽ ഏതൊരു ബാങ്കിൽ കയറി പോവുക, ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്ന ആരാണ്? ഇപ്പോ മുൻകാലങ്ങളിൽ പുരുഷന്മാരായിരുന്നുവെങ്കിൽ ഇന്ന് നേരെ അത് മാറിയിട്ടുണ്ട്. ഇതവൻ കൊണ്ടുപോയിട്ടാ. ഇപ്പൊ PSC വഴി ജോലിക്ക് കയറുന്ന എത്ര പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണോ? എന്താ കണക്ക് താങ്കളുടെ മക്കളുണ്ട്? ട്രൗസർ ഇടാണ്ട് പോടാ, ഇങ്ങനെ വീഴ്ച പോടാ. എന്താ കണക്ക് താങ്കളുടെ മക്കളുണ്ടോ? ഡാറ്റ ഒന്നും എടുത്തിട്ടില്ല. ഡേറ്റ എടുക്കാതെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഡേറ്റ എടുക്കാതെ പറയാൻ പറ്റുമോ? അയ്യോ എന്താ പറ്റി? സമാധാനമായി നോക്കിയാ മതിയല്ലോ, കൺമുൻപിൽ കാണുകയല്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ അങ്ങനെ നോക്കി ഒരു ഓടക്കണക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്തരത്തിൽ ഗൗരവമായ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാവണ്ട. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. കണക്കെടുക്കാൻ ഞങ്ങൾ കണക്കെടുത്തിട്ടില്ല, എടുക്കേണ്ടത് സർക്കാരല്ലേ? അല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഈ ഇടയ്ക്ക് പോക്സോ കേസ് ഉണ്ടായല്ലോ, അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ വരുന്ന കേരളത്തിലല്ലേ? ഏറ്റവും കൂടുതൽ വ്യാജ പീഡന പരാതികൾ വരുന്നത് ഇവിടെ അല്ലേ? നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? അങ്ങനെ സ്ത്രീകൾ കൊടുക്കുന്ന ഗാർഹിക പീഡ പരാതികളിൽ, സ്ത്രീ പീഡ പരാതികളിൽ എത്ര ചെറിയ ശതമാനമാണ് ഇത്തരത്തിൽ അത് വ്യാജ പരാതിയാണ് തെളിയിക്കപ്പെടുന്നത്? ഞാൻ പറയുന്നത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. താങ്കൾ പറയുന്നത് കണക്കില്ലാതെയാണ് പറയുന്നത്. കണക്കില്ലാതെ തന്നെയാണ്. അതിന്റെ ഒരു ഡാറ്റ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നതാണ്. ഇപ്പൊ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 49. മന്ത്രിസഭയിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട്? പോട്ടെ, ഏതെങ്കിലും മതത്തിന്റെ സാമുദായിക സംഘടന തലപ്പത്ത് ഒരു വനിതയെ താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ പറ്റും? ഇത് വലിയ കുരിശായല്ലോ. അവയുടെ കുരിശ് പറ്റുമോ? ഏതെങ്കിലും ഒരൊറ്റ സംഘടനയുടെ മാതാ അമൃതാനന്ദമയി ഉണ്ട്. അത് സമുദായ സംഘടനയൊന്നുമല്ല, അത് വേറെ സംഭവമല്ല. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ചോദ്യം, ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നില്ലേ? മുഖ്യമന്ത്രിയേക്കാളും പ്രധാനമന്ത്രിയായിരുന്നില്ലേ? കേരളത്തിലെ കഥ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണ്, ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണല്ലോ. ഓക്കെ, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ താങ്കൾ ഒരു വീഡിയോ കാണിക്കാം, ഒരുപാട് പഴയ വീഡിയോ ഒന്നും അല്ല. തേച്ചോടാ, ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന കേസേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഞാനൊരു നല്ല കാര്യം ചേരാൻ വന്നിരിക്കുന്നു. താങ്കൾ അഭിഭാഷകനാണോ? അല്ലല്ല, സത്യം പറഞ്ഞാരാ? അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഇതുപോലുള്ള സമാന കേസുകളിൽ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടുണ്ടോ? സ്ത്രീ വിരോധത്തിന്റെ വിത്ത് ഉള്ളിൽ മുളയ്ക്കാനുള്ള കാരണം സ്വാനുഭവം തന്നെയാണോ? സ്വന്തം അനുഭവം, ഭാര്യ, അമ്മ. ഭഗവാനെ, ഇതെന്തൊരു ലോകം. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, ചെയ്തോളാൻ പറയും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച്, ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് എന്റെ ഭാര്യ ഡിവോഴ്സായി, വേറൊരു കല്യാണം കഴിച്ചു, അത് ഡിവോഴ്സായി, അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. കേസ് തൽക്കാലം ആരോടും പറയണ്ട. താങ്കളുടെ ന്യായം എന്തുവായിക്കോട്ടെ? താങ്കൾ പറയുന്നത് താങ്കളുടെ മുൻ ഭാര്യയും അമ്മയും താങ്കൾ കൊല്ലും, ഫ്ലക്സ് വെച്ച് കൊല്ലും. അത് കുറ്റവാളിയുടെ വർത്താനമല്ലേ? കുറ്റവാളി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോകും. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ.
താങ്കൾ അമ്മയെ കൊല്ലുന്നാ പറയുന്നത്. ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നു എങ്കിൽ ആ. അതിന്റെ കാരണം നിങ്ങൾ തിരക്കി നോക്കണം ആരെങ്കിലും. ഇല്ല, കാരണം തിരക്കാൻ പറ്റില്ലെന്നേ. തിരക്കണം. എന്ത് തിരക്കണം? ഒരു തിരക്കണ ഞാൻ ചോദിക്കട്ടെ? ഒരു തിരക്കണ കാര്യമില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഒറ്റ ചോദിച്ചോട്ടെ, താങ്കൾ പറയുകയാണ് താങ്കളുടെ അമ്മയുടെ തറവാടിന് മുന്നിൽ ഫ്ലെക്സ് കൊണ്ടുവച്ച് താങ്കൾ താങ്കളുടെ അമ്മയെ കൊല്ലാൻ പോകുന്നു, മുൻ ഭാര്യയെ കൊല്ലാൻ പോകുന്നു. താങ്കൾക്ക് എന്താ പ്രശ്നം വട്ടിയൂർക്കാവ് കുമാർ? എനിക്ക് ഞാനായാ മതി. താങ്കൾക്ക് അറിയില്ലേ? എനിക്ക് അത്യാവശ്യം ചിന്തിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് എന്തോ കൊല്ലുന്നു പറഞ്ഞു. ഞാനത് ചെയ്യാത്തത്. പറയുന്നേക്ക് എന്റെ സ്ഥാനത്തിൽ വേറൊരാളായിരുന്നെങ്കിൽ ആ. കൃത്യമായിട്ടും ആ കൃത്യം ചെയ്തിരിക്കും. ഏത് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവർ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പൊതു ഗ്രൂപ്പാണ്. പൊതു ഗ്രൂപ്പിൽ കൊണ്ട് താങ്കളുടെ മുൻ ഭാര്യ എന്ത് ദേഷ്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കൊല്ലും എന്ന് പറഞ്ഞ് പരസ്യമായി ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി അതുമ്പോ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. ആ മാനസികാവസ്ഥയിൽ ഒരാളിനെ അതൊരു ക്രിമിനൽ മാനസികാവസ്ഥയല്ലേ ശ്രീ വട്ടിയൂർക്കാവ് കുമാർ? എന്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും വെട്ടിയിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അയ്യോ അത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ എന്തുറപ്പിലാണ് താങ്കളുടെ മുൻ ഭാര്യയും താങ്കളുടെ അമ്മയും അവിടെ ജീവിക്കുക? താങ്കൾ ആക്രമിക്കുക എന്തുറപ്പാണുള്ളത്? ഭാര്യ എവിടെ നിന്ന് ഇറങ്ങണമെന്നാ ഞാൻ പറയുന്നത്. അയ്യോ അങ്ങനെ പറയരുത് ഫ്രണ്ട്സ്. ഇവൻ ആത്മഹത്യാനായിട്ട് വിഷമം വാങ്ങിച്ചോണ്ട് നടക്കുക. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലെ കൊല്ലും. ചിലപ്പോ ഏത് മാനസികാവസ്ഥയിൽ എന്ന് പറയാൻ പറ്റില്ല. താങ്കൾ കൊല്ലുന്ന പറയും ഇപ്പോഴും. അല്ല, ഇപ്പൊ ഞാൻ കൊല്ലില്ല, കാരണം ഉറപ്പാണോ? ഞാൻ ചിന്തിക്കുന്ന ആളാണ്. എന്നാലും തെറ്റിദ്ധരിച്ചു. എനിക്കിപ്പോ വിജയിക്കണമെങ്കിൽ ലേശം കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ഞാൻ കൊലപാതകം വരെ ചെയ്യാം. ചേട്ടന്റെ ഫേസിന് നല്ലോണം ചേരും. ഒന്ന് എന്റെ അമ്മ, ഒന്ന് എന്റെ മുൻ ഭാര്യ. അത് നല്ല പ്ലാനാണ്. ഒറ്റ മിനിറ്റ് AKM എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആ ഗ്രൂപ്പിൽ ആളെ ചേർക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഭാര്യ അമ്മയും കൊല്ലാനുള്ള പണം ഉണ്ടാക്കുക. അത് കൂടെ ഉദ്ദേശം. ഇവിടുത്തെ പണി പോയി. പൈസ ഉണ്ടാക്കാനുള്ള തട്ടി പരിപാടിയല്ലേ സാറേ AKM? ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. എന്റെ ഫാമിലിയിൽ ഒരു വീടില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അതും പറഞ്ഞിട്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ഒന്നുമില്ല, എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ജോലിയില്ല. എനിക്ക് പുല്ലാണോ ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. സാര് പറഞ്ഞ ജോലിയില്ല. എന്താ ജോലിയുള്ളത്? ഞാൻ ഐബലിന്റെ ഐവർക്കാ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫ്ലവേഴ്സ് കോട്ടയത്ത് ആദ്യമായിട്ട് എക്സിബിഷൻ ഇട്ടപ്പോ ഐബലിന്റെ പ്രോഡക്റ്റ് വെച്ചത് ഞാനാണ്. ആ സ്റ്റാളിന്റെ പൈസ കൊടുത്തു താങ്കൾ? ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. കൊടുത്തു. കയ്യില് 10 പൈസ ഇല്ല. എന്തത് 10ന്റെ അമ്മേന്റെയും ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൊടുത്തിട്ടുണ്ട്. ഇല്ല, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് പറയുന്നത്. പുള്ളിയെ വിളിക്കും. പുള്ളിയെ വിളിച്ചു ചോദിക്കാം. ഓവർ ആക്ടിങ് വേണ്ട. താങ്കളുടെ അമ്മയും താങ്കളുടെ മുൻ ഭാര്യയും താങ്കൾ വധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വധഭീഷണിയാണ്. അത് പുറത്തുപോയ കേസാവുന്ന കാര്യമാണ് അല്ലേ? അത് ബോധ്യമുണ്ടോ? കേസായാലും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാനൊരു തമാശ ഉദ്ദേശിച്ചു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞ വട്ടിയൂർക്കാവ് താങ്കൾ അടിയന്തരമായ ഒരു സൈക്കോളജിനെ കാണണം. പിന്നെ താങ്കൾ അടിയന്തരമായ ഒരു എന്ന് പറഞ്ഞാൽ താങ്കൾ ഏതെങ്കിലും മാനസികാവസ്ഥയിൽ പോയി താങ്കളുടെ മുൻ ഭാര്യ അമ്മയും കൊന്നാൽ ഞാൻ കൂടി പ്രതിയാകും. എനിക്ക് പേടിയില്ല. അല്ല പേടിയുണ്ട്, എനിക്കറിയാം. കൊലപാതകം നടക്കുന്നത് ആരും പ്ലാൻ ചെയ്തല്ല. പ്ലാൻ ചെയ്തത് നമ്മുടെ ഗ്രീഷ്മയെ പോലുള്ളവരാണ്. എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല എന്താ പേര്? താങ്കളുടെ ഗ്രൂപ്പിൽ തന്നെ എക്സ്പെൻഡിച്ചർ ഫോർ ജഡ്ജ് ബഷീർ സാർ പാലഭിഷേകം ആൻഡ് സെലിബ്രേറ്റിംഗ് ഗ്രീഷ്മ വെർഡിക്റ്റ്. അതോ പറയുന്നത് എന്തിനെന്താ? ഏതൊരു സമരത്തിനും നമുക്ക് സംഘടനയിൽ നിന്ന് ആള് കിട്ടാതെ വരുമ്പോ പുറത്തുനിന്ന് ആളെ എടുക്കും, അവർക്ക് പൈസ കൊടുക്കും. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AKM എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് ഒരു സമരം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ആളെ എടുത്താണോ? അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാ ചെയ്യാത്തത്? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന നല്ലത്. ഒന്ന് പിടിച്ചു നോക്കാനേ. ആരാ ചെയ്യാത്ത? ഇതിന് പുറത്തു വരില്ലേ? വന്നോട്ടെ, നമുക്കെന്താ ഇത് വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ലാന്നേ. ഒരു കുഴപ്പമില്ല. നടക്കേണ്ട സമയത്ത് കുട്ടികളെ ഞാൻ മദ്യപിക്കും. എന്നുമില്ല, വല്ലപ്പോഴും. അതേപോലെ മദ്യപിച്ചിട്ടാണോ ഈ പറഞ്ഞ അമ്മയും ഭാര്യയും കൊല്ലുന്നൊക്കെ ഇടുന്നത്? അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് എന്ത് വിടാവോ സാറേ ഗ്രൂപ്പിനകത്ത്? അല്ലല്ല, അത് ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ മേളത്തെ നിലയിൽ എന്റെ പഴയ ഭാര്യ ഇരിക്കുന്ന ഞാൻ കണ്ടപ്പോ വെറും കോതമ്പ് തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി തിന്നും. കൊല്ലായിരുന്നു ഭാഗ്യം. അല്ല മനുഷ്യന്റെ കാര്യമല്ലേ. അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. അവൾക്ക് അവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? കല്യാണം കഴിഞ്ഞ് പോയവൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? കണ്ടില്ലേ പപ്പ ഭയങ്കര തമാശക്കാരനാ. അപ്പൊ കയ്യിൽ കൊടുവാളുടെ കയറി കൊല്ലുമായിരുന്നോ? വളരെ ജോളി നേച്ചറാ. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കരുത്, എനിക്ക് വയ്യ.